കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച ബേസിക് സ്റ്റിച്ച്, അതായത് ചെയിൻസ് എങ്ങനെ എടുക്കണം, നോട്ട്സ് എങ്ങനെ എടുക്കണം എന്ന് പഠിപ്പിച്ച് നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഒരു നല്ല രീതിയിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പം അത് ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്യാമെന്നാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചെയിൻസ് എടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്യാമെന്നാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്രോഷേ ഹുക്കിൻ്റെ നെക്സ്റ്റ് ചെയിൻ, ആ ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. അതിൻ്റെ സെക്കൻഡ് ചെയിൻ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ സെയിം സംഭവം തന്നെ ക്രോഷേ ഹുക്ക് സെക്കൻഡ് ചെയിനിലോട്ട് ഇടുക. എന്നിട്ട് ഇതാണ് നമ്മുടെ റണ്ണിങ് യാൺ എന്ന് പറയുന്നത്. ഈ യാണിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിനെ പുള്ളി ചെയ്തിട്ട് ഇപ്പം നമുക്ക് കാണാം 2 സ്ട്രാൻഡ് ഉണ്ട് നമ്മുടെ ഹുക്കിൽ. ഇതിനെ വലിച്ച് ആ 2 സ്ട്രാൻഡിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരിക. ഇതാണ് സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. വീണ്ടും തേർഡ് ചെയിനിലോട്ട് കൊണ്ടുവരിക, പുള്ളി ചെയ്യുക. സിംഗിൾ ക്രോഷേ എന്ന് പറയുമ്പം 2 സ്ട്രാൻഡ് എപ്പോഴും ക്രോഷേ ഹുക്കിലുണ്ടാവും. വീണ്ടും ഇത് പുള്ളി ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലോട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടിയും കാണിക്കാം. ഉള്ളിലോട്ട് 4th ചെയിനിലോട്ട് ക്രോഷേ ഹുക്ക് ഇടുക. എന്നിട്ട് ഈ റണ്ണിങ് സ്റ്റിച്ച് ഇതിനെ പുള്ളി ചെയ്ത് വീണ്ടും ഈ 2 സ്ട്രാൻഡിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരിക. ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. ഞാൻ ഇവിടം വരെ എത്തിയിട്ട് കാണിക്കാതെ എങ്ങനെ ലാസ്റ്റ് ഫൈനൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ലാസ്റ്റ് ചെയിൻ എത്തി. ഇനി ലാസ്റ്റ് ചെയിനിലോട്ട് സെയിം സിംഗിൾ ക്രോഷേ തന്നെ ചെയ്തിട്ട് നെക്സ്റ്റ് സെക്കൻഡ് റോയിലോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ചെയ്യുക. നമ്മൾ ചെയിൻ പഠിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ചെയിൻ എടുത്തു, എന്നിട്ട് ഇത് ടേൺ ചെയ്യുക. അപ്പം ഇനി നേരെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയ നീളം അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ഷോളായിട്ട് വേണേൽ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എംബ്രോയ്ഡറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻസ് കൊണ്ടുവരണമെങ്കിൽ അതും ചെയ്യാം. ഇനിയും സെക്കൻഡ് റോയിലോട്ട് സെയിം പ്രൊസീജിയർ തന്നെ സിംഗിൾ ക്രോഷേ തന്നെ ചെയ്യണം. ഫസ്റ്റ് ചെയിനിലോട്ട് ക്രോഷേ ഹുക്ക് ഇടുക. എന്നിട്ട് സ്ട്രാൻഡ് പുള്ളി ചെയ്തിട്ട് സെയിം ഈ ടു സ്ട്രാൻഡ്സ് നമുക്ക് കാണാം, അതിനെ പുള്ളി ചെയ്യുക. ഈ സെയിം പ്രൊസീജിയറാണ് നമ്മൾ പിന്നെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു ഷോൾ എങ്ങനെ ചെയ്യാമെന്നാണ്. ഇത് സിംഗിൾ ക്രോഷേയിൽ നമുക്കൊരു ഷോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 8th റോസ് ഞാൻ ചെയ്തു. ഇനി ഇതെങ്ങനെ എൻഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ചെയിൻ എടുത്തിട്ട് ഇത് കട്ട് ചെയ്യുക. ഇത് പുള്ളി ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇത് ക്ലോസ് ആക്കി ടൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇതിനി ഒരു 80 സെൻറ്റിമീറ്റേഴ്സ് ഈ ഒരു വലിപ്പത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്കിതൊരു ഷോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഡിസൈൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ഒപ്പം ഇത് ചെയ്താൽ ഭംഗിയായിരിക്കും. വേറെ കളേഴ്സ് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടത്. എളുപ്പത്തിൽ ഞാൻ ഇതിനിയും വലിയ സൈസ് നീഡിലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് നീറ്റായിട്ട് നമ്മൾ എൻഡ് ചെയ്യുന്നത് നീഡലിന് ഉള്ളിലോട്ട് ഇതിട്ടിട്ട് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അത് ഇറങ്ങി വരത്തില്ല, ലൂസ് ആവത്തുമില്ല. ഇതിപ്പോൾ ടൈറ്റായിട്ടിരിക്കുന്നത്. അതേപോലെ ഈ സെയിം രീതിയിൽ ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷേ കൊണ്ട് ഒത്തിരി പ്രോജക്ട്സ് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഷോൾ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത പ്രോജക്റ്റായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരാം. താങ്ക് യു.